പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ശ്രീകൃഷ്ണന്റെ ഉപദേശങ്ങളുടെ തുടക്കമാണ് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായമായ അർജുന വിഷാദയോഗം എന്നത്. ഗീതയിലെ യുദ്ധം കേവലം കൗരവരും പാണ്ഡവരും തമ്മിലുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ധർമ്മ അധർമ്മ പോരാട്ടമാണ്. ഈ വീഡിയോയിലൂടെ 1-ാം അധ്യായത്തിന്റെ ആഴത്തിലുള്ള അർത്ഥവും കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രതിനിധീകരിക്കുന്നതെന്നും ഞാൻ വിശദീകരിക്കാം. സൃഷ്ടിയിലെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്നത് അവന് പരമാത്മാവിലേക്കുള്ള ദൂരം താണ്ടാൻ സാധിക്കുമെന്നതാണ്. മനുഷ്യന് താഴോട്ട് പതിക്കണമെങ്കിൽ അസുരന്മാരെക്കാൾ താഴെ പോകാം, എന്നാൽ ഉയരണമെങ്കിൽ ദേവന്മാരെക്കാളും ഉയരാൻ കഴിയും. ശ്രീമദ് ഭഗവത്ഗീത ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തിരുവായിൽ നിന്ന് നേരിട്ട് പുറപ്പെട്ട ഏക ശാസ്ത്രമാണ്. ഇത് കേവലം ഒരു മതഗ്രന്ഥമല്ല, മറിച്ച് മാനവരാശിക്ക് മുഴുവൻ വഴികാട്ടിയാണ്. ഗീതയുടെ സാരം ഇതാണ്: ശ്രീകൃഷ്ണൻ മാത്രമാണ് പൂജിക്കപ്പെടേണ്ട ഏകദൈവം. ഓം എന്നാണ് ഏകമന്ത്രം. സേവയാണ് ഏകമായ കർമ്മം. ഈ സേവ വെറുമൊരു പ്രവൃത്തിയല്ല, മറിച്ച് ധർമ്മം, ജ്ഞാനം, മുക്തി എന്നിവയിലേക്ക് നയിക്കുന്ന പ്രഭുവിന്റെ ആരാധനയാണ്. ഈ ഗീതാജ്ഞാനം ജീവിതത്തിലെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് ആത്മാവിനെ ഉണർത്താൻ വേണ്ടിയുള്ള ആധ്യാത്മിക പാഠ്യപദ്ധതിയാണ്. ഗീതയിലെ യുദ്ധം കേവലം ബാഹ്യമായ കുരുക്ഷേത്രത്തിൽ നടന്ന ഒന്നല്ല. ഇത് മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന സംഘർഷത്തിന്റെ പ്രതീകമാണ്. ആത്മീയ വിജയമാണ് ഗീതയുടെ യഥാർത്ഥ ലക്ഷ്യം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് പ്രകാരമാണ്: ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിതി അഭിധീയതേ. എന്നുവെച്ചാൽ, ഹേ അർജുന, ഈ ശരീരം തന്നെയാണ് യഥാർത്ഥ യുദ്ധം നടക്കുന്ന രംഗം എന്നതാണ്. നമ്മുടെ ശരീരവും മനസ്സും ബോധവുമാണ് ഈ യുദ്ധക്കളം. ഇവിടെ ധർമ്മവും അധർമ്മവും, ജ്ഞാനവും അജ്ഞാനവും, സംയമനവും മോഹവും തമ്മിൽ നിരന്തരം പോരാടുന്നു. കുരുക്ഷേത്രം എന്നത് കാമം, ക്രോധം, ലോഭം, മോഹം എന്നീ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അവിടെ മോഹത്തിന്റെയും അജ്ഞാനത്തിന്റെയും സേനകൾ തമ്മിൽ ഏറ്റുമുട്ടി അകത്ത് നിരന്തര സംഘർഷം നടക്കുന്നു. ധർമ്മക്ഷേത്രം എന്നത് സദ്ഗുരുവിന്റെ സാമീപ്യം ലഭിക്കുമ്പോഴും സാധന ശരിയായ പാതയിൽ ആരംഭിക്കുമ്പോഴും അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. ഇവിടെ ശാന്തി, വിവേകം, ആത്മജ്ഞാനം എന്നിവ വിജയം നേടുന്നു. നിങ്ങളുടെ ഉള്ളിലെ പ്രവണതകളാണ് ഇവിടുത്തെ കഥാപാത്രങ്ങൾ എന്നത്. നമ്മുടെ ഉള്ളിലുള്ള 2 ശക്തികളാണ് കൗരവരും പാണ്ഡവരും. ആസൂര്യ സമ്പത്ത് അതല്ലെങ്കിൽ കൗരവർ. ഇത് നമ്മുടെ ഉള്ളിലെ കുരുക്ഷേത്രത്തെ പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ 10 ഇന്ദ്രിയങ്ങളും ചഞ്ചലമായ ഒരു മനസ്സും ചേർന്നാണ് ഈ 11 സേനകൾ രൂപപ്പെടുന്നത്. ധൃതരാഷ്ട്രർ എന്ന് വെച്ചാൽ സത്യം കണ്ടിട്ടും കണ്ണുകൾ അടച്ചു ജീവിക്കുന്ന അജ്ഞതയുടെ പ്രതീകമാണിത്. ഗാന്ധാരിയോ സത്യം കാണാതിരിക്കാൻ മനഃപൂർവ്വം കണ്ണിൽ കെട്ടിയ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചുള്ള പ്രവണതയെ സൂചിപ്പിക്കുന്നു. ദുര്യോധനൻ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനമായ മോഹത്തെയാണ് പ്രതികരിക്കുന്നത്. ഭീഷ്മർ ബ്രഹ്മം നിലനിൽക്കുന്നിടത്തോളം ആസൂരി പ്രവണതകൾക്ക് ഒരിക്കലും തോൽവിയുണ്ടാകില്ല. അതുകൊണ്ട് ഭീഷ്മർ ബ്രഹ്മത്തിന്റെ പ്രതീകമാണ്. ദൈവിക സമ്പത്താണ് പാണ്ഡവർ. പുണ്യവും കടമയും ചേർന്നാണ് ഈ സമ്പത്തിനെ പ്രതിനിധീകരിക്കുന്നത്. അതിലെ കഥാപാത്രങ്ങളാണ് അർജുനൻ. ദിവ്യജ്ഞാനം അറിയാൻ ആഗ്രഹിക്കുന്ന അനുരാഗത്തെയാണ് അർജുനൻ സൂചിപ്പിക്കുന്നത്. ഭീമൻ ധർമ്മത്തിനു വേണ്ടി ഏത് വെല്ലുവിളിയോടും ഏറ്റുമുട്ടാൻ തയ്യാറായ ശക്തമായ ഭാവത്തിന്റെ പ്രതീകമാണ്. ധർമ്മത്തിന്റെയും നകുലൻ നിയമത്തിന്റെയും പ്രതീകങ്ങളാണ്. വിദുരർ എന്നത് അജ്ഞതയുടെയും അന്തരീക്ഷത്തിലും ധർമ്മം നേടുന്ന പുണ്യാത്മാവാണ്. ഗുരു ദ്രോണാചാര്യർ ഞാൻ വേറെയാണ്, പരമാത്മാവ് വേറെയാണ് എന്ന ദ്വൈതബുദ്ധിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ ദ്വൈതബുദ്ധിക്ക് ആഴത്തിൽ മുറിവേൽക്കാതെ അത് മാറില്ല. അർജുന വിഷാദയോഗം. സംശയത്തിൽ നിന്ന് സമർപ്പണത്തിലേക്ക്. ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായം സംശയം, ദുഃഖം, മോഹം എന്നിവയാൽ വലയം ചെയ്യപ്പെട്ട അർജുനന്റെ അവസ്ഥയാണ് കാണിക്കുന്നത്. ആത്മീയ പാതയിലുള്ള ഒരു സാധകൻ പിന്തിരിയാൻ ആഗ്രഹിക്കുന്ന നിർണായക ഘട്ടമാണിത്. ധൃതരാഷ്ട്രരുടെ ചോദ്യം ഇപ്രകാരമാണ്: അജ്ഞതയുടെ പ്രതീകമായ ധൃതരാഷ്ട്രർ വിവേകത്തിന്റെ പ്രതീകമായ സഞ്ജയനോട് ചോദിക്കുന്ന ചോദ്യത്തോടെയാണ് അധ്യായം ആരംഭിക്കുന്നത്. യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ച് ഒരുമിച്ച് കൂടിയ എന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും എന്തു ചെയ്തു? അജ്ഞത വിവേകത്തോട് ചോദിക്കുന്ന ആഴമേറിയ ചോദ്യമാണിത്. തേര് 2 സൈനികർക്കും മധ്യത്തിൽ നിർത്താൻ ആവശ്യപ്പെട്ട അർജുനൻ മുന്നിൽ ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും കണ്ടപ്പോൾ തളർന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം വിറച്ചു, ശരീരം ശിഥിലമായി. ഗാന്ധീവം കയ്യിൽ നിന്ന് താഴെ വീണു. ഇത് വെറും ശാരീരികമായ തളർച്ചയല്ല, മറിച്ച് ആന്തരിക പരാജയത്തിന്റെയും മോഹത്തിന്റെയും സൂചനയാണ്.
യുദ്ധം രക്തച്ചൊരിച്ചിലും കൊലപാതകവുമാണെന്ന് അദ്ദേഹം വാദിച്ചു. ശ്രീകൃഷ്ണനെ വെറും സുഹൃത്തായി മാത്രം കണ്ട അർജുനൻ മോഹത്താൽ കാഴ്ച മറിഞ്ഞതിനാൽ ധർമ്മത്തിന്റെ പാത കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തേരിന്റെ പിന്നിലേക്കിരുന്ന് ആന്തരിക സമർത്ഥനകളുടെ പരാജയമായിരുന്നു. എന്നാൽ അർജുനന്റെ ഈ വിഷാദവും ഗാണ്ഡീവം അതല്ലെങ്കിൽ വില്ല് താഴെ വീഴുന്നതുമാണ് ആത്മീയ യാത്രയുടെ തുടക്കം. കാരണം അദ്ദേഹം ശ്രീകൃഷ്ണനോട് പറയുന്നു, ശിഷ്യസ്തേഹം ശാതിമാം ത്വാം പ്രപന്നം. എന്നാൽ ഹേ പ്രഭോ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, അങ്ങയെ ശരണം പ്രാപിക്കുന്നു, എനിക്ക് ജ്ഞാനം നൽകുക. പൂർണ്ണ സമർപ്പണത്തിൽ നിന്ന് മാത്രമേ യഥാർത്ഥ സാധന ആരംഭിക്കുകയുള്ളൂ. ശ്രീകൃഷ്ണന്റെ പാഞ്ചജന്യം മുഴങ്ങുന്നത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാവ്, ചർമ്മം, ചെവി, ലോകത്തിൽ അലയാതെ പരമാത്മാവിന് അധീനമാകാൻ തയ്യാറായതിന്റെ പ്രഖ്യാപനമാണ്. ഈ വിഷാദമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശം ആരംഭിക്കുന്നതിനുള്ള ഘട്ടം. അവിടെ സംശയത്തിന്റെ അവസാനം വരികയും പരിഹാരത്തിന്റെ ആരംഭം കുറിക്കുകയും ചെയ്യുന്നു. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് മുഴങ്ങിയ ശംഖനാദത്തിന് ആഴത്തിലുള്ള ആത്മീയ അർത്ഥങ്ങളുണ്ട്. ശ്രീകൃഷ്ണൻ ഊതിയ പാഞ്ചജന്യം 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രതീകമാണ്. ഈ ശംഖനാദം മുഴങ്ങിയതിന്റെ പൊരുൾ ഇതാണ്: ഇനി ഈ ഇന്ദ്രിയങ്ങൾ ലോകത്തിലെ വിഷയവാസനകളിൽ അലയാൻ പോകുന്നില്ല, മറിച്ച് പരമാത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴടങ്ങാൻ തയ്യാറായതിന്റെ പ്രഖ്യാപനമാണിത്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഇനി നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കില്ല, മറിച്ച് ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നതിന്റെ ഉദ്ഘോഷമായിരുന്നു ആ ശംഖനാദം. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ശ്രീകൃഷ്ണൻ ഇത്രയധികം പ്രാധാന്യം നൽകിയിരുന്നത്. ഗീതയുടെ ആരംഭത്തോടെ എല്ലാ സംശയങ്ങളുടെയും അവസാനമാണ്. അർജുനന്റെ ഈ വിഷാദമായിരുന്നു, അല്ലെങ്കിൽ ഈ തളർച്ചയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശം ആരംഭിക്കുന്നതിനുള്ള ഘട്ടം. 1-ാം അധ്യായം അവസാനിക്കുമ്പോൾ അർജുനൻ മോഹത്തിൽ വീണ് തന്റെ വില്ലായ ഗാണ്ഡീവം താഴെയിട്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തേരിന്റെ പിന്നിലേക്കിരുന്നു. അർജുനന്റെ ഈ വിഷാദം തന്നെയാണ് വിവേകത്തിന്റെ തുടക്കം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അപ്പോഴാണ് അദ്ദേഹം ശ്രീകൃഷ്ണനെ വെറും ഒരു സുഹൃത്തായി കാണാതെ ഗുരുവായി കണ്ടത്. അദ്ദേഹം ശ്രീകൃഷ്ണനോട് പറയുന്നു, ശിഷ്യസ്തേഹം ശാധിമാം താം പ്രപന്നം എന്ന് വെച്ചാൽ, ഹേ പ്രഭു, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, അങ്ങയെ ശരണം പ്രാപിക്കുന്നു, എനിക്ക് ജ്ഞാനം നൽകുക. ഈ പൂർണ്ണ സമർപ്പണത്തിൽ നിന്ന് മാത്രമേ സംശയത്തിന്റെ അവസാനം വരികയും ശ്രീകൃഷ്ണന്റെ യഥാർത്ഥ ഉപദേശമായ ആത്മജ്ഞാനത്തിന്റെ ആരംഭം കുറിക്കുകയും ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിരാശകളും സംശയങ്ങളും അവസാനിക്കുന്നത് നിങ്ങൾ പൂർണ്ണമായി ഈശ്വരന് സമർപ്പിക്കുമ്പോൾ മാത്രമാണ്. അർജുന വിഷാദയോഗം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠങ്ങൾ ഇവയാണ്. മോഹം ഉപേക്ഷിക്കുക. നിങ്ങളുടെ ദുരിതങ്ങളെ എല്ലാം കാരണം നിങ്ങളുടെ ഉള്ളിലെ ദുര്യോധനനും മോഹവുമാണ്. നിങ്ങളുടെ ബന്ധങ്ങളോടും സ്വത്തുക്കളോടുമുള്ള അമിതമായ മോഹം ഉപേക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്. യുദ്ധം ഉള്ളിലാണ്. പുറത്തുള്ള പ്രശ്നങ്ങളോട് പോരാടുന്നതിന് മുൻപ് നിങ്ങളുടെ ഉള്ളിലെ അജ്ഞതയോടും, അതായത് ധൃതരാഷ്ട്രരോടും അഹംഭാവത്തോടും പോരാടാൻ തുടങ്ങുക. ആത്മവിജയമാണ് എല്ലാ വിജയങ്ങളിലേക്കും ഉള്ള വഴി. നല്ലൊരു ഗുരുവിനെ തേടുക. ജീവിതത്തിലെ ഒരു ഗുരുവിനെ അഥവാ ഒരു വഴികാട്ടിയെ ശ്രീകൃഷ്ണനെ പോലെ കണ്ടെത്തുക. നിങ്ങളുടെ വിഷാദം അവസാനിക്കണമെങ്കിൽ നിങ്ങൾക്ക് ജ്ഞാനം ആവശ്യമാണ്. ജ്ഞാനം നേടാനുള്ള ഒരേ ഒരു വഴി പൂർണ്ണമായ സമർപ്പണമാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ എന്നെ ശ്രവിച്ചതിന് വളരെയധികം നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.